ഹായ്, ഇറ്റ്സ് മീ പി റഹ്മാൻ ആദർശേരി. അച്ഛനും മകനും അല്ലെങ്കിൽ ഉപ്പയും മകനും. അറബികള് അവര് വാപ്പയും മക്കളൊക്കെ ഉള്ള ബന്ധങ്ങള് വിശേഷ പ്രവാസികൾ ധാരാളം കാണാൻ ഇടയായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് മലയാളികള് ഒരുപാട് അറബി വീട്ടുകളിൽ ജോലി ചെയ്തതുകൊണ്ട് അവർക്ക് വളരെയധികം അനുഭവസ്ഥരുമാണ്. കേരളത്തിലെ പ്രവാസികൾ കൂടുതൽ ജീവിക്കുന്നത് UAE-യിലാണെന്ന് നമുക്കറിയാം. UAE-യുടെ പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ മകനോടുള്ള ഒരു കുശല സംഭാഷണമാണ് നമ്മൾ കാണുന്നത്. ഈ വീഡിയോ കാണുമ്പോഴേക്ക് അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും ആ മകൻ വാപ്പയിൽ നിന്ന് കിട്ടുന്ന ഹൃദയസ്പർശിയായ കമന്റിന്റെ ആ മാസ്മരികത, അദ്ദേഹത്തിന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ നോക്കിയാൽ നമുക്കത് തികച്ചും വലിയൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഫീലിംഗിന്റെ വൈബ്രേഷൻ അതിൻ്റെ അടുത്തുള്ള ആൾക്കും കിട്ടിയിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അതിന്റെ മൂന്നാമത്തെ ആളുടെ ബോഡി ലാംഗ്വേജ് നമുക്ക് മനസ്സിലായി. ഞാൻ പറയുന്നത് ഈ രീതിയിലായിരിക്കണം നമ്മുടെയൊക്കെ കുട്ടികളോടുള്ള ബന്ധം എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അറബ് നാട്ടിൽ ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് അറബികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് വിവിധ വ്യത്യസ്ത മേഖലകളിൽ. അതിൽ ഒരു അനുഭവം എനിക്ക് ഹൃദയസ്പർശിയായിട്ട് ഒരു അനുഭവം എനിക്ക് നേരിട്ടുള്ളത് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. 2010-11 കാലയളവിൽ ഞാൻ അബുദാബിയിലെ ഒരു പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് കമ്പനിയുടെ അവരുടെ ചെയർമാൻ്റെ സെക്രട്ടറി ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു. അപ്പം ഞാനും കൂടെ അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹചാരിയായിരുന്നു. അദ്ദേഹം പോകുന്നിടത്തൊക്കെ ഞാൻ പോകും, മീറ്റിംഗ് അറേഞ്ച്മെന്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തായിരുന്നു. അങ്ങനെ ഫുജൈറയിൽ ഒരു ഷെയ്ഖ് തുല്യമുള്ള ഫാമിലി, ഷെയ്ഖ് ഫാമിലി തന്നെയാണ്. ഒരു മീറ്റിങ്ങിന് ഞങ്ങൾ പോവുകയും ആ മീറ്റിങ്ങിൽ മജ്ലിസിലാണ് ഞങ്ങൾ ഇരുന്നത്. അങ്ങനെ മജ്ലിസിൽ ഇരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വാപ്പയാണ്, ഞങ്ങൾ കാണേണ്ട ആളുടെ വാപ്പയാണ് അവിടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഞങ്ങളോട് മജ്ലിസിന്റെ പ്രത്യേകത നിലത്തി ഇരിക്കുന്ന ഒരു പ്രത്യേകതയായിരുന്നു. അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഇടയിലാണ് അദ്ദേഹത്തിന്റെ മകൻ ഇങ്ങോട്ട് മജ്ലിസിലേക്ക് കയറി വന്നു. വയസ്സായ ഒരു ഉപ്പ മകനെ കണ്ടപ്പോൾ എണീറ്റ് നിന്നിട്ട് അവർ ഉമ്മ വെക്കലും അവർ ഹസ്താനം കൈമാറലും ആ ഒരു അനർഘ നിമിഷം കണ്ടപ്പോൾ ഞാനും നമ്മളൊക്കെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയി അങ്ങോട്ട് ആദ്യമായിട്ട് കാണാൻ ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ നേരിട്ട് കണ്ടു. അതും വലിയ ഫാമിലി, വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ടോപ്പിക്. അതാണ് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആള്, വലിയ ദർജയിലുള്ള ഭരണാധികാരിയുടെ ലെവലിൽ അവരെ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ആ ഒരു ഹൈ പോസ്റ്റ് ഇരിക്കുന്ന ആളാണ്. സ്വന്തം മകൻ വന്നപ്പോൾ വയസ്സായിട്ടുള്ള ആള് താഴെ ഇരുന്നവിടത്ത് നിന്ന് എണീറ്റിട്ടാണ് ആ മകനെ ഹഗ് ചെയ്യുന്നതും ഉമ്മ വെക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെയുള്ള ചെയർമാൻ എന്നോട് പറഞ്ഞു, അബ്ദുറഹ്മാൻ, ഇത് അറബികളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട വലിയ പാഠമാണ്. അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ വശം, കുറച്ച് വശങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരു മതത്തിന്റെ ബേസിൽ ഒന്നുകൊണ്ട് പറയാമെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യരുത്. ഏത് മതമായാലും അതിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടാകും. ഇപ്പൊ ഇവിടെ അറബികൾ ഒരു മുസ്ലിം മതത്തെ പ്രദാനം ചെയ്യുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. ഇപ്പൊ ഞാനൊരു ഇതിനെ കോർണർ മത്സരിക്കുക. നമുക്കറിയാലോ, സോഷ്യൽ മീഡിയയുടെ വലിയ ബൃഹത്തായ വാതിലുള്ളത് കൊണ്ട് നമ്മുടെ മെസ്സേജ് ഒരു വിഭാഗത്തിനോ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലില്ല. അത് ഓപ്പൺ ഡോർ പോളിസിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വോയിസ് കേൾക്കുന്ന, എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർ പ്രത്യേകിച്ച് ആരും ഇതൊരു മതത്തിന്റെ രീതിയിൽ കോർണറൈസ് ചെയ്യരുത്. ഈ ഒരു വിഷയം പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫില്ല് ചെയ്യാൻ ആസ് എ ട്രെയിനർ എന്ന നിലയ്ക്ക് നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. നിങ്ങൾ ആ രീതിയിലേക്ക് കോർണറൈസ് ചെയ്യരുത്. ഇത് എനിക്കും പഠിക്കാനാണ്. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം എന്നോടാണ് ഈ വിഷയം സംവദിക്കുന്നത്, എന്നിട്ടാണ് നിങ്ങളോട് സംവദിക്കുന്നത്. എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് എന്നെ പഠിപ്പിച്ച ഗുരുക്കന്മാരൊക്കെ പറയാറുണ്ട്, ട്രെയിനേഴ്സിന് ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്നത് കുറെ വാചകമടിച്ച് അവരങ്ങനെ പറഞ്ഞു പോകും. ആ വാചകമടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കാണിക്കുക ഫസ്റ്റ്. എന്നാലേ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് അർത്ഥവും വ്യാപ്തിയും ജനങ്ങൾക്ക് ഉള്ളിലേക്ക് തുളച്ചു കയറുകയുള്ളൂ എന്ന് എന്നെ പഠിപ്പിച്ച എല്ലാ സാറുമാരും പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർമ്മിച്ച 2 സംഭവങ്ങൾ. ഒന്ന്, ഞാൻ വീഡിയോ നിങ്ങൾ മുന്നിൽ അതിൻ്റെ ഡിസ്പ്ലേ തന്നു. 2, എൻ്റെ അനുഭവം ഷെയർ. ഇതിലൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഞാൻ പറയാൻ പോകുന്നത് എന്താണ്?
നമ്മുടെ കുട്ടികളെ 1 to 5 അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ 1 to 5 ഒരു 7 ഏജ് നമ്മൾ വളരെ ഗാഢമായി സ്നേഹിക്കുകയും എടുത്ത് ഉമ്മ വെക്കുകയും നിലം തൊടാതെ നമ്മൾ കൊണ്ടു നടക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥാവിശേഷമുണ്ട്. അത് കഴിഞ്ഞൊരു ചില ഒരു 80% പേരൻസ് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ഒരു 50% പേരൻസാണ് ഒരു 14 വയസ്സിലെ കുട്ടികളായിട്ട് നല്ല രീതിയിൽ പോവുക. പിന്നെ ഒരു 10% ആൾക്കാരുള്ളൂ അതിൻ്റെ ശേഷം ഗാഢമായ ബന്ധം വെക്കുന്നത്. ഞാൻ കേരള കോണ്ടെക്സ്റ്റിലാണ് സംസാരിക്കുന്നത്. അപൂർവമാണ് അതിൻ്റെ ശേഷം നല്ലൊരു ബന്ധം, ഇതുപോലത്തെ ബന്ധം തുടരുന്നത് വളരെ അപൂർവമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ 2 കേസിൽ എൻ്റെ പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ രണ്ടും ഞാൻ കണ്ടത് ഇവരുടെ വയസ്സ് നോക്കൂ. ഷെയ്ഖ് ഷെയ്ഖ് മുഹമ്മദിൻ്റെ മകന് ഏകദേശം ഒരു 50 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ താടിയൊക്കെ നരച്ചിട്ട് ഞാനൊരു ഊഹം പറയാണ്, കറക്റ്റ് ഗൂഗിൾ പോയാൽ കിട്ടും, അത് വേറെ കാര്യം. രണ്ടാമത് ഞാൻ നേരിട്ട് കണ്ട ഫുജേറിയിൽ നിന്ന് കണ്ട വ്യക്തി, അദ്ദേഹത്തിനും 19 വയസ്സുണ്ട്. ഇത് മകനക്ക്. അപ്പൊ ഈ പ്രായത്തിലും ആ ബന്ധം സ്ഥാപിക്കാൻ എന്തുകൊണ്ട് നമുക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കഴിയേണ്ടതുണ്ട്? ഈ 2 ആംഗിളിലും ചർച്ച ചെയ്യാം. ഞാനടക്കം ഇത്തരത്തിൽ കുട്ടികൾ, നമ്മുടെ മക്കളോട്, ഉപ്പമാർ ആൺകുട്ടികളോട് ഉള്ള ബന്ധം കുറേയൊക്കെ കുറഞ്ഞു വരികയും പെൺകുട്ടികളൊരു പിന്നെ പെൺകുട്ടികൾ ഉപ്പാന്റെ ആ സ്നേഹം അവർ മരിക്കോളം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് ആൺകുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പെൺകുട്ടികൾ നമുക്ക് പിന്നെ പറയാം, അവസരോചിതമായിട്ട് ചില എക്സാമ്പിൾ പറയാം. അപ്പോൾ ഇവിടെ ആൺകുട്ടികളായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ വലിയ ബാക്കിലേക്ക് പോകും. ആ ബന്ധം ദൃഢമാവാത്തതിൻ്റെ പേരിലാണ് കുട്ടികൾ കള്ളു കുടിക്കാൻ പോവുക, അതുപോലെ തന്നെ FDMലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വീണ്ടും വൃത്തികെട്ടിലൊക്കെ പോകാനുള്ള കാരണം. കാരണം ഉപ്പാനായിട്ടും ഉമ്മാനായിട്ടും നല്ലൊരു ബന്ധം ഉണ്ടെങ്കിൽ അവൻ്റെ മനസ്സൊന്ന് തെറ്റ് ചെയ്യാൻ അവനെ സമ്മതിക്കില്ല, ഈ വേണ്ടാത്തരങ്ങൾ കള്ളുകുടിക്കാനോ പെണ്ണുകുടിക്കാനോ. കാരണം അവൻ്റെ ഉപ്പാനെ വന്ന് ചുംബനിക്കുകയും അവനെ അതിൻ്റെ ആസ്വാദനങ്ങൾക്ക് കൈമാറുകയൊക്കെ ചെയ്യുമ്പോൾ അവനക്ക് അവൻ്റെ ഉമ്മാനെ പറ്റിക്കാൻ കഴിയില്ല. അതാണ് ഇതിലെ എൻ്റെ എസൻഷ്യൽ പോയിന്റ് അതാണ്. രണ്ടാമത്, ഇനി മെഡിക്കലായിട്ട് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഉമ്മ വെക്കുമ്പോഴും അതുപോലെ തന്നെ അപ്രിസിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ പരിഗണന കൊടുക്കുമ്പോഴും റെസ്പെക്റ്റ് ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഓക്സിറ്റോസിൻ അങ്ങനെ തുടങ്ങിയ ഒരുപാട് ഹോർമോൺ, ഡോപ്പാമൈൻ തുടങ്ങിയ ഹാപ്പി ഹോർമോൺസുകൾ, ഒരുപാട് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഹോർമോൺസ് തന്നെയാണ് MDM കഴിച്ചാലും അതുപോലെ തന്നെ കള്ളു കുടിച്ചാലൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഇത് വീട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് അത് വാപ്പാൻ്റെ അടുത്തുണ്ട്. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. രക്തത്തിന് വെള്ളത്തിനേക്കാളും കട്ടിയുണ്ട്. അപ്പോൾ അത് അവിടുന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് സൈക്കോളജിക്കലായിട്ടും മെഡിക്കലായിട്ടും കിട്ടുമ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻ, അതിൻ്റെ റിസൾട്ട് വലിയതായിരിക്കും. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാവരും നിങ്ങളുടെ മക്കളെ മരിക്കുവോളം ഹഗ് ചെയ്യുകയും അതുപോലെ തന്നെ ആസ്ഥാനം ചെയ്യുകയും എന്നും സംസാരിക്കാൻ 2 മിനിറ്റ് 3 മിനിറ്റ് അതിന് വേണ്ടി സമയം ചെലവഴിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ, ഒരുമിച്ച് ടൂറ് പോകാൻ, ഒരുമിച്ച് വിവിധ യാത്രകൾ പങ്കെടുക്കാനൊക്കെ നമുക്ക് കഴിയേണ്ടതുണ്ട്. ആ കഴിയണമെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് സ്റ്റാർട്ടിങ് മുതലുള്ള, ജനിച്ചത് മുതലുള്ള ബന്ധം തുടർന്നുകൊണ്ടേയിരിക്കണം. ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും സാധ്യമല്ല. അപ്പം അതുകൊണ്ട് തന്നെ അത് തുടർന്നുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഉപ്പ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അച്ഛൻ എന്ന നിലയ്ക്ക് നമ്മൾ മാതൃകയാകേണ്ടത്. നമ്മുടെ കുട്ടികൾ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കോർ വാല്യൂസ് അവർ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും ജീവിതത്തിൽ അത് മറ്റുള്ളവർക്കും അവർ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന കോർ വാല്യൂ, അതായത് മൂല്യങ്ങൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ചില ഉപ്പമാർ അവർക്ക് കൊടുക്കും നല്ല അന്തസ്സുള്ള, നീ എന്തൊക്കെയുണ്ട് നിന്റെ അഭിമാനം പണയം വെക്കരുത്, അങ്ങനെ ഒരു വാല്യൂ കൊടുക്കും. ചില ആളുകൾ നീ എപ്പോഴും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും നീ ധൈര്യത്തോടെ മുന്നേറണം, അത് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ഉപ്പമാരുണ്ട്. ചില ഉപ്പമാർ ജീവിതത്തിൽ ഇടപാടുകൾ പക്കയായിരിക്കണം, അങ്ങനെയുള്ള കോർ വാല്യൂസ് കൊടുക്കുന്ന ഉപ്പമാരുണ്ട്. ചില ഉപ്പമാർ അവരുടെ ബന്ധങ്ങൾ, ആ റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി അഹോരാത്രം ത്യാഗം ചെയ്യുന്നതും കുടുംബത്തിൻ്റെ സംതൃപ്തിയാണ് എൻ്റെ സംതൃപ്തി, അങ്ങനെയുള്ള കോർ വാല്യൂസ് നമ്മുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റണം. എൻ്റെ ഉപ്പ അൽഹംദുലില്ലാ നമുക്കൊക്കെ ചെയ്ത് ഒരുപാട് സേവനങ്ങളുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് നമ്മുടെ പഠനത്തിലൊക്കെ നമുക്ക് അത് ഉപ്പ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരിച്ചു. അള്ളാഹു പുറത്തു കൊടുക്കണം, സ്വർഗം നൽകട്ടെ, അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുക. ആമീൻ. നമ്മുടെ ഉപ്പാരൊക്കെ ഓർക്കുമ്പോൾ
നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു വൈബ്രേഷൻ ഉണ്ട്. ഇത് മരിച്ചു പോകുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ട്. എന്താണ്, എൻ്റെ ഫാദർ ഇങ്ങനെയൊക്കെ ചെയ്തുവല്ലോ, അൽഹംദുലില്ലാഹ് എനിക്കും എൻ്റെ ഫാദറിനെ സേവിക്കാൻ കഴിഞ്ഞു. എനിക്ക് ലീവ് എടുത്ത് ഒഴിഞ്ഞ് എൻ്റെ ഫാദറിനെ എനിക്ക് സേവിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, അത് വലിയ നിയമത്താണ്. അതുപോലെ തന്നെ ഈ നമ്മൾ മുസ്ലിം കോണ്ടെക്സ്റ്റിൽ സംസാരിക്കുകയാണെങ്കിൽ ഉപ്പൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഉമ്മമാരൊക്കെ പറ്റി പിന്നെ പറഞ്ഞു. ഞാൻ ഈ വീഡിയോ ഫുൾ ഉപ്പാനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഈ ഉപ്പ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിം വിശ്വാസപ്രകാരം അവരെ ഖബർ ഇസ്ലാമിലെ കോർ വാല്യൂ എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളെ ബാക്കിയാവുള്ളൂ. അതിൽ ഒന്നാണ് നല്ല മക്കള് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മക്കള് നമ്മുടെ ഖബറിൻ്റെ അടുത്ത് വന്നുകൊണ്ട് എങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലാഹുവേ എൻ്റെ ഉപ്പയാണ് ഈ ഖബറിൽ കിടക്കുന്നത്, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും, എൻ്റെ റഹ്മത്ത് കൊണ്ട് പുറത്തു കൊടുക്കണം അല്ലാഹ് എന്ന് പറയുന്ന മക്കളായിട്ട് മക്കൾ മാറണം. നേരത്തെ അറബികളുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചപ്പോൾ ഞാൻ യൂറോപ്യൻ കൾച്ചറിൽ എന്താ നടക്കുന്നത് നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. അവിടെ നല്ലതുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് അനുഗ്രഹിക്കും. അതുപോലെ തന്നെ വ്യത്യസ്ത രാജ്യങ്ങൾ, ആഫ്രിക്കൻ കൾച്ചറിലുണ്ടാകും, അമേരിക്കൻ കൾച്ചറിലുണ്ടാകും, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, അതുപോലെ ചൈന തുടങ്ങിയ ഈസ്റ്റേൺ ഏഷ്യൻ കൺട്രീസ് തുടങ്ങിയ ലോകത്ത് വിവിധമായ നല്ല നല്ല കാര്യങ്ങളുണ്ടാവും. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒരു വിധം ഞാൻ മറ്റുള്ള കൾച്ചറുകളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് കിട്ടിയ അറബികളുടെ ഈ കാര്യങ്ങൾ വലിയ ആയിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം. കാരണം ഇവിടെ ലോകത്ത് ഇപ്പോൾ നടക്കുന്ന ഏറ്റവും വലിയ സംഭവം, നമ്മുടെ കാര്യങ്ങൾ എല്ലാം ഗ്ലോബലാണ്. ഒരു കേരള കോണ്ടെക്സ്റ്റിൽ എനിക്ക് സംസാരിക്കാനേ കഴിയില്ല, എല്ലാം ഗ്ലോബലാണ് കാര്യങ്ങൾ. മലയാളീസാണെങ്കിൽ ലോകത്ത് മുഴുവൻ പറന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ നിർത്താം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1500ാമത്തെ ജന്മദിനമാണ് വരുന്നത്. അപ്പോൾ ഹബീബ് തങ്ങളെ പറ്റി പറയാതെ ഈ വിഷയം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം തൻ്റെ ഭാര്യമാരോടുത്ത് സംസാരിക്കുന്ന, അവരൊട്ട് സ്വറ പറഞ്ഞ് തമാശകളൊക്കെ പറഞ്ഞ് നല്ല ഫാമിലി ടൈം അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി പറഞ്ഞത് എൻ്റെ കരളിൻ്റെ കഷ്ടമാണ്. അവിടെ അതൊരു വേറെ സബ്ജക്റ്റ് എന്ന് പറയേണ്ട, ആ വീട് കരളിൻ്റെ കഷ്ടമാണ്, അത് പ്രഖ്യാപിക്കുകയാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഭാര്യമാരോട് ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ പ്രവാചക ഗുരു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് നിന്ന്, ഓ മൈ ഡിയർ ഫാത്തിമ ബീവി എന്ന് പറഞ്ഞുകൊണ്ട് എണീറ്റ് നിന്ന് മകളെ കെട്ടിപ്പിടിച്ച് ഉമ്മ ചെയ്ത് സ്വീകരിച്ച സംഭവം അവിടുത്തെ പത്നിമാർ വിവരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ലോകത്തിന് മാതൃകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ അണ്ടർസ്റ്റാൻഡ് സംസാരിക്കുമ്പോൾ നിങ്ങളൊരു മതത്തിൻ്റെ ആംഗിൾ കാണരുത്. ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് സ്വീകരിച്ചുകൂടെ? ഇനി ബൈബിളിൽ അതുപോലെ തന്നെ വേദഗ്രന്ഥത്തിൽ ഇത്തരം എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നമുക്കും അതെല്ലാം സ്വീകരിക്കാവുന്നതാണ്. ഇതൊരു കോമൺ സബ്ജക്റ്റാണ്, ഇതിൽ മതത്തിന് പ്രസക്തിയില്ല. ഞാനൊരു അറബികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഇസ്ലാമിക കണ്ടക്സിൽ ഇതൊന്ന് വിശദീകരിച്ചു എന്നുള്ളൂ. പ്രിയപ്പെട്ടവൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന എല്ലാ മതസ്ഥരോടും പറയാനുള്ളത്, നിങ്ങളുടെ മക്കളൊക്കെ ഇന്ന് ലോകം അനുഭവിച്ചു പോകുന്ന ഏറ്റവും വലിയ മൂല്യശോഷണം എന്ന് പറയുന്നത് ഈ അച്ഛനമ്മമാരും കുട്ടികളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വലിയ വിഘടനം, അതിൻ്റെ ബൃഹത്തായ ഗ്യാപ്പ് വന്നിരിക്കുകയാണ്, വലിയ അകൽച്ച വന്നിരിക്കുകയാണ്. ആ അകൽച്ച ഇല്ലായ്മ ചെയ്യൽ നമ്മൾ കൂട്ടിച്ചേർക്കലുകൾ ആവശ്യമാണ്. നമ്മൾ കൂടിച്ചേരണം. അത് എങ്ങനെ കൈകൊണ്ടാവണം, മനസ്സുകൊണ്ടാവണം. ഹഗ് ചെയ്യുമ്പോൾ ആ മനസ്സിൻ്റെ എല്ലാം നമ്മൾ സമർപ്പിക്കുന്നത്. ഹഗ് ചെയ്താൽ തന്നെ ഒരുപാട് ഹോർമോൺസ്, മെഡിക്കൽ ഹോർമോൺസ് റിലീസ് ചെയ്യും, ബന്ധത്തിൻ്റെ ദൃഢത കൂടും. അതുപോലെ തന്നെ നമുക്ക് ആയുസ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ ഹോർമോൺസുകളൊക്കെ ജനറേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, ഇതൊക്കെ ഫിസിക്കൽ കാര്യങ്ങളാണ്. ഡ്രസ്സ് കൊടുക്കുക, ശമ്പളം കാശ് കൊടുക്കുക, ചെരുപ്പ് വാങ്ങിക്കൊടുക്കുക, സ്കൂൾ ഫീസ് കൊടുക്കുക, ഇതൊക്കെ അവരുടെ ഫിസിക്കൽ ആവശ്യങ്ങളാണ്. മെൻ്റലി ഫുഡ് ആവശ്യമുണ്ട്, മെൻ്റലി ഭക്ഷണം, അതാണ് ഹഗ് ചെയ്യുന്നതും അതുപോലെ തന്നെ കൈ കൊടുക്കുന്ന ആസ്ഥാനം ചെയ്യുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ മെൻ്റലി നമ്മുടെ കുട്ടികൾക്ക് എല്ലാ
സപ്പോർട്ടും കൊടുക്കേണ്ടതുണ്ട്. മെൻ്റൽ ഫുഡും ഫിസിക്കൽ ഫുഡും കൊടുക്കേണ്ടത്. അപ്പോൾ മെൻ്റൽ ഫുഡാണ് ഈ ഹഗ് ചെയ്യലും ഇങ്ങനെയുള്ള കുട്ടികളോട് സംസാരിക്കും, മിനിമം ഒരു മിനിറ്റെങ്കിലും സംസാരിക്കും, എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒരു കമ്പനി ആയിട്ട്. ഇന്നത്തെ കാലം അങ്ങനെയാണ്. ഇപ്പോൾ ഈ ജനറേഷൻ അങ്ങനെ ലീഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഇത് കിട്ടിയിട്ടില്ല, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇങ്ങനൊന്നും കിട്ടിയില്ല, എന്നിട്ട് ഞാൻ കേടുന്നു, എനിക്കെന്തേ പ്രശ്നം പറ്റി, അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. അത് സംസാരിക്കാൻ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഞാൻ അതിലേക്ക് പോയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്, ഞാൻ എൻ്റെ ഫാദർ ഇതൊന്നും ചെയ്തിട്ടല്ലോ ഞാൻ തിരിച്ചു കൊടുക്കുന്നത്, അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അന്നത്തെ കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് വളരെ നടന്നല്ല പല സ്ഥലത്തേക്കും പോകുന്നത്, നിങ്ങൾ തന്നെ വണ്ടിയിലാണ് പോകുന്നത്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് ഈ കുട്ടികളിലും വന്നിട്ടുണ്ട്. അങ്ങനെ ഈ മാറ്റം വന്നപ്പോൾ സ്വയം പല കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും നല്ല മക്കൾ ഉണ്ടാവട്ടെ. ഇറ്റ്സ് മീ പി ആർ റഹ്മാൻ, സൈൻ ഓഫ്.